കായംകുളം നഗരസഭ 17-20 വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡിൽ നഗരസഭാ ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ശുചീകരണ പ്രവർത്തനം നടത്തി. റോഡിന്റെ വശങ്ങളിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമായതിനെ തുടർന്ന് പ്രദേശവാസികൾ ബുദ്ധിമുട്ടിയ സാഹചര്യമുണ്ടായിരുന്നു. കായംകുളം നഗരസഭ 17-20 വാർഡുകളിലെ റോഡിന്റെ വശങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി സാമൂഹ്യ വിരുദ്ധകൾ മാംസം, മറ്റ് മാലിന്യ അവശിഷ്ടങ്ങൾ എന്നിവ തള്ളിയത് പരിസരവാസികൾക്കും യാത്രക്കാർക്കും ദുസ്സഹമായ സാഹചര്യത്തിലാണ് റോഡ് ശുചീകരിച്ചത്. നഗരസഭാ ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് റോഡ് വൃത്തിയാക്കിയത്. കേരള ഗവൺമെന്റ് ഉറവിട മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി അനുസരിച്ച് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാട്ടിൽ ഉള്ള സാമൂഹ്യ വിരുദ്ധന്മാരെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവർ ചെയ്യുന്നതെല്ലാം ശരിയെന്നുള്ള രീതിയിലാണ്. അവരുടെ പുരയിടങ്ങളിൽ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാതെ സമൂഹത്തിന് ഏറ്റവും ദോഷകരമായ രീതിയിൽ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് കൃത്യമായി 17-ാം വാർഡിൻ്റെയും 20-ാം വാർഡിൻ്റെയും പ്രദേശത്ത് ആൾക്കാർ സ്ഥിരമായി നിൽക്കാത്ത സ്ഥലങ്ങൾ നോക്കി ഈ മത്സ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും അവശിഷ്ടങ്ങൾ കൊണ്ടിട്ടിട്ട് യാത്രക്കാർക്ക് ദുരിതപൂർണമായ അന്തരീക്ഷവും മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായി തന്നെ നാട്ടുകാരും പങ്കാളികളായിക്കൊണ്ട് ഈ സാമൂഹ്യ വിപത്തിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകണമെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. കായംകുളം നഗരസഭ 17-ാം വാർഡിൻ്റെയും 20-ാം വാർഡിൻ്റെയും കൂടെ ബോർഡർ ഭാഗമായിട്ടുള്ള ഈ ഭാഗത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാലിന്യ അവശിഷ്ടങ്ങൾ, അത് മാംസാഹാരത്തിൻ്റെയും മീനിൻ്റെയും കുഞ്ചിൻ്റെയും ഉള്ള അവശിഷ്ടങ്ങൾ കൊണ്ടിടുകയും വളരെ രൂക്ഷമായ രീതിയിലുള്ള ദുർഗന്ധം വമിക്കുകയും ചെയ്യുകയാണ്. ഇതിനോടടുത്ത് ഉപജീവന മാർഗത്തിനായിട്ടിരിക്കുന്ന ഒട്ടേറെ കടക്കാരുണ്ട്. അവർക്കും യാത്രക്കാർക്കും ഒട്ടും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ്. രാത്രിയുടെ യാമത്തിൽ ചില സാമൂഹ്യ ദ്രോഹികൾ ഈ സാംസ്കാരിക കേരളത്തിന് അപമാനമുണ്ടാക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. വാർഡ് വികസന സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ രാപകല് ഇവരെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയിട്ടും അത് ഫലപ്രദമായില്ല. അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് കായംകുളം നഗരസഭയിലെ ജീവനക്കാർ അടക്കം നാട്ടുകാരടക്കം ഇവിടെ വൃത്തിയാക്കിക്കൊണ്ട് ഇവിടെ പച്ചക്കറിയും മറ്റുള്ള സസ്യങ്ങളും വളർത്തി ഒരു മാതൃകാപരമായ രീതിയിലുള്ള നിലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ നഗരസഭ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വൃത്തിയാക്കിയ റോഡിന്റെ വശങ്ങളിൽ ചെടികളും പച്ചക്കറി തൈകളും വെക്കുവാനും തീരുമാനിച്ചു. വാർഡ് കൗൺസിലർ ബിജു ആർ, ശ്രീകുമാർ താനുവേലിൽ, ജയശ്രീ, മഞ്ജു, മോഹനൻ, മധു എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.